കായംകുളം റെയിൽവേ സ്റ്റേഷൻ നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് നിർദ്ദേശം നൽകിയതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ നവീകരണ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന NSG 3 കാറ്റഗറി റെയിൽവേ സ്റ്റേഷനാണ് കായംകുളം. 2025ഓടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ ഇതുവരെ 60% ജോലികൾ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളതെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ വരുന്ന കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് നിർദ്ദേശം നൽകിയതായി കെ.സി. വേണുഗോപാൽ എം.പി. അറിയിച്ചു. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള സന്ദർശന വേളയിലാണ് ഇക്കാര്യം അറിയിച്ചതെന്നും എം.പി. പറഞ്ഞു. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ നവീകരണ പ്രവർത്തനങ്ങൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാന NSG 3 കാറ്റഗറി റെയിൽവേ സ്റ്റേഷനാണ് കായംകുളം. 2025ഓടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് നേരത്തെ നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ ഇതുവരെ 60% ജോലികൾ മാത്രമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. വലിയ കാലതാമസം ദിനംപ്രതി യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് സാധാരണ യാത്രക്കാർക്കും ദീർഘദൂര യാത്രക്കാർക്കും വലിയ ദുരിതമാണ് നൽകുന്നത്. റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനോടൊപ്പം സ്റ്റേഷനിലേക്കുള്ള സമീപ റോഡിന്റെ നിർമ്മാണവും അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും കെ.സി. വേണുഗോപാൽ എം.പി. പറഞ്ഞു. സ്റ്റേഷൻ പരിസരത്തെ ലൈറ്റിംഗ് ജോലികൾ വേഗത്തിലാക്കുകയും പ്ലാറ്റ്ഫോം ഉയർത്തൽ ജോലികളും പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കുകയും വേണം. കാൽനട പാലത്തിന്റെ നിർമ്മാണവും സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി VIP ലോഞ്ച്, പെയ്ഡ് AC കാത്തിരിപ്പ് മുറി, ക്ലോക്ക് റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ജനറൽ മാനേജരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായി എം.പി. പറഞ്ഞു. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ റൂഫ് ഷെൽട്ടർ, കാൽനട മേൽപ്പാലം, ലിഫ്റ്റ്, എസ്കലേറ്റർ എന്നിവ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഉറപ്പാക്കണം. ലിഫ്റ്റുകൾക്കും എസ്കലേറ്ററുകൾക്കും തടസ്സമില്ലാതെ വൈദ്യുതി ലഭിക്കുന്നതിനായി ജനറേറ്റർ ബാക്കപ്പ് സംവിധാനവും ഏർപ്പെടുത്തേണ്ടതുണ്ടെന്നും ജനറൽ മാനേജരോട് കത്തിൽ സൂചിപ്പിച്ചതായി എം.പി. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.